ഡിയേഴ്സ്, ഒരു സ്ത്രീയുമായിട്ടുള്ള ലൈംഗികത അതിമനോഹരമാണെന്നാണ് പറയുന്നത്. കാരണം സ്ത്രീനെ കൂടുതലായിട്ട് മനസ്സിലാക്കാനും അവരുടെ സുഖങ്ങളും എവിടെ കിട്ടുന്നത്, എങ്ങനെ ചെയ്താൽ കിട്ടുന്നതെന്നൊക്കെ ഉള്ള ഒരു അറിവൊക്കെ അവർക്ക് കൂടുതലായിരിക്കും എന്നൊക്കെ പറയുന്നത്. എന്നാൽ എല്ലാവരും ഈ സ്ത്രീയുമായിട്ട് മാത്രം ലൈംഗികത്തിൽ ഏർപ്പെടുന്നവരാണോ ഈ ലെസ്ബിയനായിട്ടുള്ള ലൈംഗികത്തിൽ ഏർപ്പെടുന്നത്? അല്ല, അതിൽ ബൈസെക്ഷൽ ആയിട്ടുള്ളവരുണ്ടാവും. അതായത് പുരുഷനോട് സ്ത്രീയോടും ഒരേപോലെ അട്രാക്ഷൻ തോന്നുന്നവരുണ്ടാവും. ചിലർ പാൻസെക്ഷൽ ആയിട്ടുള്ള ആൾക്കാരുണ്ടാവും. അതാകുമ്പോൾ ഒരാളോട് ഭയങ്കരമായിട്ട് താല്പര്യമൊക്കെ തോന്നുന്നത്, അങ്ങനെ ഉണ്ടാകുന്നത്. ശരിക്കും അവരുടെ സെക്ഷ്വാലിറ്റി എന്താണെന്നൊക്കെ അവർ മനസ്സിലാക്കി കണ്ടെത്തിയിട്ടൊക്കെ വരുമ്പോൾ സമൂഹം അവരവിടെ എതിർക്കുകയും അല്ലെങ്കിൽ അതെല്ലാം നോർമൽ, ഇതാണ് നോർമൽ എന്ന് കാണിച്ചു കൊടുത്താൽ അവരുടെ ജീവിതത്തിൽ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുഴിയിലോട്ട് കൊണ്ടുപോയിടുക ചെയ്യുക. അത് അവരിഷ്ടപ്പെടാത്തൊരു ജീവിതത്തിലോട്ട് ഇറങ്ങുമ്പോൾ എങ്ങനെയായിരിക്കും അവരുടെ ജീവിതം, അതേപോലെ കൊണ്ടെത്തിക്കുകയാണ് ചെയ്യുന്നത്. ചേച്ചി സെക്ഷ്വാലിറ്റി എഡ്യൂക്കേറ്റർ അല്ലേ, എന്താണ് അപ്പോൾ ഹെട്രോസെക്ഷൽ മാത്രമായിട്ടാണ് വീഡിയോ ചെയ്യുക, ഞങ്ങൾക്ക് വേണ്ടി ചെയ്തില്ലേ എന്നുള്ള ഒരു ക്വസ്റ്റ്യൻ്റെ പുറത്ത് വന്നിട്ടുള്ളത് തന്നെയാണ് ഈ ചോദ്യം. നമ്മുടെ നാട്ടിൽ ഇപ്പോൾ അവരുടെ സെക്ഷ്വാലിറ്റി തിരിച്ചറിഞ്ഞ് അങ്ങനെ തന്നെ ജീവിക്കാൻ വേണ്ടി മുന്നോട്ട് വരുന്ന ഒരുപാട് പേരുണ്ട്. ഇപ്പോൾ എന്താണ് ലെസ്ബിയനായിട്ട് ആളുകൾ ഒരുപാടുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ എങ്ങനെ ലൈംഗികത്തിൽ ഏർപ്പെടുന്നു, ഏതൊക്കെ പൊസിഷനാണ് അവർക്ക് വെൽ സാറ്റിസ്ഫാക്ഷൻ കൊടുക്കുന്നതെന്നൊക്കെ ഉള്ളതാണ് ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത്. അതിനു മുമ്പ് അയണും പൊട്ടാസ്യം ഫ്ലൂറിക് ആസിഡും മഗ്നീഷ്യം ഒക്കെ അടങ്ങിയിട്ടുള്ള ശിലാജിത്ത് അറിയാം. നിങ്ങളുടെ പവറും സ്റ്റാമിനയും എനർജി ഒക്കെ ഇൻക്രീസ് ചെയ്യാൻ വേണ്ടി സഹായിക്കുന്ന, ഇപ്പോൾ ഫിറ്റ്നസ് ഒക്കെ ആയിട്ടുള്ള ആൾക്കാർ അവരുടെ പുരുഷ ഹോർമോണൊക്കെ കൂട്ടാൻ വേണ്ടിയിട്ടും എന്താണ് നിങ്ങളുടെ ഓവറോൾ ഹെൽത്ത് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ സഹായിക്കുന്ന ഒന്നാണ് ശിലാജിത്ത് അല്ലേ. ഓവറോൾ ഹെൽത്ത് കൂട്ടുക മാത്രമല്ല, നിങ്ങൾ ഹോർമോൺസ് ഒക്കെ ബാലൻസ് ചെയ്യുന്ന ഹാർട്ട് ഹെൽത്തിനും അതിൻ്റെ ലൈംഗികപരമായ പ്രശ്നങ്ങൾക്കൊക്കെ ഒരു വെൽ സൊല്യൂഷൻ തന്നെയാണ് നേച്ചർമാനിൻ്റെ ശിലാജിത്ത്. 100% ഹെർബൽ ഇൻഗ്രീഡിയൻസ് ആണ് അടങ്ങിയിരിക്കുന്നത്. അതുപോലെ തന്നെ 100% നാച്ചുറലും സേഫുമാണ്. അതുകൊണ്ട് തന്നെ ആയുഷ് അപ്രൂവ്ഡ് ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റാണ്. പുരുഷനും സ്ത്രീക്ക് ഉപയോഗിക്കാൻ പറ്റുന്നതാണ് കേട്ടോ ഇത് നിങ്ങളൊരു പയർമണീൻ്റെ അത്ര എടുത്തതിന് ശേഷം നിങ്ങൾ വേണമെങ്കിൽ പാലിലോ അല്ലെങ്കിൽ വെള്ളത്തിൽ നന്നായിട്ട് ഡൈല്യൂട്ട് ചെയ്തിട്ട് രാവിലെയും വൈകുന്നേരം കഴിക്കുന്നു. രാവിലെ എംപ്റ്റി സ്റ്റൊമക്ക് കഴിച്ചിട്ടുണ്ടെങ്കിൽ കൂടുതൽ റിസൾട്ടാണ്. സെല്ലുലാർ ഹെൽത്ത് കൂട്ടി യൂത്ത്ഫുൾ ആയിട്ടിരിക്കാൻ വേണ്ടിയിട്ട്, ചെറുപ്പം നിലനിർത്താൻ വേണ്ടിയിട്ട് ഇത് സഹായിക്കുന്നുണ്ട്. ഇതിലെ ഫ്ലൂവിക് ആസിഡ് നിങ്ങളുടെ ലിംഗത്തിലേക്ക് നല്ല രീതിയിൽ ബ്ലഡ് ഫ്ലോ ഒക്കെ ഉണ്ടാക്കാൻ, കൂടുതൽ നിരക്ക് ഉദാഹരണം മെയിൻറ്റെയിൻ ചെയ്യാനൊക്കെ സഹായിക്കുന്നുണ്ട്. ഇതിൽ മഗ്നീഷ്യം നിങ്ങളുടെ നെർവ് മസിലൊക്കെ സ്ട്രെങ്ത് ആക്കാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നുണ്ട്. ഇതിലെ പൊട്ടാസ്യം ഇലക്ട്രോലൈറ്റ് ബാലൻസ് ആക്കാനും നിങ്ങളുടെ ഹാർട്ട് ഹെൽത്ത് ഇംപ്രൂവ് ചെയ്യുന്നുണ്ട്. നിങ്ങളുടെ ലൈംഗികപരമായിട്ടുള്ള പ്രശ്നങ്ങൾക്ക് നിങ്ങളുടെ ഓവറോൾ ഹെൽത്തിന് ഉപയോഗിക്കാൻ പറ്റിയ ഒരു ബെസ്റ്റ് പ്രൊഡക്റ്റ് തന്നെയാണ് കേട്ടോ ഇത്. ഈ പ്രൊഡക്റ്റ് വേണ്ടവർക്ക് ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്, ഫസ്റ്റ് കമൻ്റ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. അതിലൂടെ കയറി പർച്ചേസ് ചെയ്യാം, അല്ലെങ്കിൽ ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്താലും മതിയാവും കേട്ടോ, വാട്സപ്പ് ചെയ്താൽ മതി. അപ്പോൾ എന്തൊക്കെ തരത്തിലുള്ള പൊസിഷനാണ് ലെസ്ബിയനായിട്ടുള്ള ആൾക്കാർക്ക് യൂസ് ചെയ്യാൻ പറ്റും? ഒന്ന്, റബ്ബ് ചെയ്യുന്ന തരത്തിലുള്ള, ഇപ്പം കാലുകൾ തമ്മിൽ ഹോൾഡ് ചെയ്ത് വെച്ചിട്ട് അവരുടെ യോനിൽ തമ്മിലുള്ള എന്താണ് സ്ക്രബ് ചെയ്യുക. വളരെ നല്ലൊരു ഉത്തേജനം അവർക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് അവർ വളരെ നല്ലൊരു പ്രഷർ കിട്ടാനും സഹായിക്കും. അതുപോലെ മിഷനറി അവർക്കും ചെയ്യാം. ഒരു ലിംഗം പോലെ ഒരു ബാൻഡ് അങ്ങനെ ഒരു സാധനം, അത് അവരുടെ പെൽവിക് ഭാഗത്ത് അറ്റാച്ച് ചെയ്തതിന് ശേഷം സാധാരണ മിഷനറി എങ്ങനെ ചെയ്യാൻ പറ്റും അതുപോലെ അവർക്കും ചെയ്യാവുന്നതാണ്. ഒരു റിലാക്സേഷനൊക്കെ വേണ്ടിയിട്ട്, കംഫർട്ടിന് വേണ്ടിയിട്ട് പില്ലോ ഒക്കെ യൂസ് ചെയ്യാം. അതുപോലെ തന്നെ അവർക്ക് ഡോഗിയും ചെയ്യാം. ആ ഒരു സ്റ്റാപ്പ് യൂസ് ചെയ്തതിന് ശേഷം അവർക്ക് പുറകിൽ നിന്നിട്ട് ഡോഗിയും ചെയ്യാവുന്നതാണ്. ഇത് അവരുടെ എന്ന സ്പോട്ടിനെ നന്നായിട്ട് ഉത്തേജിപ്പിക്കാനും അത് മാത്രമല്ല നല്ലൊരു രുചി മുറിച്ച് കൊടുക്കാനും സഹായിക്കും. അതുപോലെ ഓറിലേക്ക് ബന്ധപ്പെടാൻ വേണ്ടിയിട്ട് 69 എന്നുള്ളൊരു പൊസിഷൻ, അത് വളരെ നന്നായിട്ട് അവർക്ക് യോനി ഭാഗമൊക്കെ ഉത്തേജിപ്പിക്കാൻ വേണ്ടി സഹായിക്കും. അതുപോലെ ചെയറിലിരുന്ന് ഫേസ് ടു ഫേസ് ആയിട്ട് ഇരുന്നതിന് ശേഷം അവർക്ക് വിരലുകൾ കൊണ്ട് യോനിനെ ഉത്തേജിപ്പിക്കാൻ വേണ്ടി പറ്റും. അതും വളരെയധികം അവർക്ക് ഉത്തേജനം കൊടുക്കുന്നതാണ്. അതുപോലെ എഴുന്നേറ്റ് നിന്ന് ഒരേപോലെ യോനി മസാജ് ചെയ്യുന്നത്, അതുപോലെ തന്നെ ഒരാൾ നിൽക്കുകയോ ഒരാൾ താഴെ മുട്ടുകുത്തിയിരുന്ന് ഓറിലേക്ക് യോനിയിൽ ചെയ്യുന്നത്. അതുപോലെ മൾട്ടിപ്പിൾ ആയിട്ടുള്ള കളിപ്പാട്ടം യൂസ് ചെയ്ത്, ഇപ്പോൾ ക്രിസരിയിലൊക്കെ ഒരു വൈബ്രേറ്റ് ചെയ്യുന്നത് വെച്ചിട്ടോ അതുപോലെ തന്നെ യോനിയിൽ ചെയ്തിട്ടോ അല്ലെങ്കിൽ അവർ എന്താണ് മലദ്വാരത്തിൻ്റെ പുറത്ത് ഭാഗത്തൊക്കെ ഉത്തേജിപ്പിച്ചിട്ടോ ഇങ്ങനെയൊക്കെ അവർക്ക് വെൽ സാറ്റിസ്ഫാക്ഷൻ ലഭിക്കുന്നതാണ്. അതുപോലെ മിഷനറിയിലൊക്കെ കിടക്കുന്ന പോലെ ഒരു സ്ത്രീയുടെ മുകളിൽ ഒരു സ്ത്രീ കിടന്നതിന് ശേഷം അപ്പോൾ അവർക്ക് ഒരേപോലെ തന്നെ മുലക്കണ്ണുകൾ ഉത്തേജിപ്പിക്കാനും യോനിയിൽ
സ്ക്രബ് ചെയ്യാനും പറ്റും. ഇതും അവർക്ക് വളരെ പ്രഷർ കൊടുക്കുന്നതെന്നാണ് പറയുന്നത്. അപ്പോൾ ഇങ്ങനെ പലതരത്തിൽ ഒരുപാടുണ്ട്. മനസ്സിലാക്കേണ്ട ഇത്രയേ ഉള്ളൂ, നമ്മുടെ സമൂഹത്തിൽ പലതരത്തിലുള്ള സെക്ഷുവാലിറ്റി ഉള്ളവരുണ്ട്. അവരത് ഐഡൻറ്റിഫൈ ചെയ്ത് അവരങ്ങനെ ഒരു ലൈഫിലോട്ടേക്ക് നീങ്ങുമ്പോൾ, അല്ല അങ്ങനെ ഒരു പങ്കാളിനെ കണ്ടെത്തി അവർ മൂവ് ഓൺ ചെയ്യുമ്പോൾ, അല്ല അങ്ങനെ ഒരു പങ്കാളിനെ കണ്ടെത്തിയിട്ട് അവർ ജീവിതം തുടങ്ങുമ്പോൾ നമ്മൾ അവരുടെ ഇമോഷനെ റെസ്പെക്റ്റ് ചെയ്യാണ് വേണ്ടത്. അവർക്ക് അങ്ങനെയാണ്. ഇപ്പം നാളെ നിങ്ങളോട് പറയാം, നിങ്ങളൊരു പുരുഷനാണെങ്കിൽ, നിങ്ങൾ സ്ട്രെയിറ്റ് ആയിട്ടുള്ള ഒരാളാണെങ്കിൽ നാളെ പറയാം, നാളെ നിങ്ങൾ നാളെ തൊട്ട് നിങ്ങൾ ഒരു പുരുഷൻ്റെ കൂടി നിങ്ങൾ ലൈംഗികത്തിൽ ഏർപ്പെടാൻ പാടുള്ളൂ, അല്ലെങ്കിൽ ഒരു സ്ത്രീയോട് പറയാം നാളെ നീ ഒരു സ്ത്രീയോട്ടേ പറ്റുള്ളൂ. നമുക്ക് അങ്ങനെ ഇരിക്കാൻ പറ്റും ഇല്ല, അതുപോലെ തന്നെയാണ് അവർക്ക് കേട്ടോ. താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ. സീ യു നെക്സ്റ്റ് ടൈം വിത്ത് എ ന്യൂ ടോപ്പിക്. ബൈ ബൈ.